ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് ഞാൻ പറയാം. അതായത് സ്കിൻ കെയറിനെ പറ്റിയോ സ്കിൻ കെയർ പ്രൊഡക്ട്സിനെ പറ്റിയോ ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആരുമല്ല. അതായത് ഞാൻ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ടുള്ള സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 1.5 വർഷം മുന്നെയാണ് സ്കിൻ കെയർ എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് മെയിൻ ആയിട്ടുള്ള എൻ്റെ സ്കിൻ ഇഷ്യൂ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മൊത്തം പിമ്പിൾസ് ആയിരുന്നു. അതായത് നെറ്റിയിൽ മൊത്തം തരിതരിയായിട്ടുള്ള പിമ്പിൾസും ഫേസിൽ മൊത്തം പിമ്പിൾസ് ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് അങ്ങനെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതായത് 10 പിമ്പിളുള്ള സ്ഥാനത്ത് 20 എണ്ണം വന്നു. അതിനുശേഷമാണ് ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ട് പിന്നെ കുറച്ച് കാലം ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടുള്ള സ്കിൻ കെയർ ആയിരുന്നു ഫോളോ ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചില പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യുന്നത് കണ്ട് അങ്ങനെ പിന്നീടാണ് ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയറിലേക്ക് വന്നത്. അങ്ങനെ ഏകദേശം ഞാനൊരു 1 ഇയറിന് മണ്ടയിൽ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ മാറിയത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം ടൈം എടുക്കുന്ന പരിപാടിയാണ്. പിന്നെ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ട്സ് അല്ല ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ സൈഡിൽ ഒരു കോംബോ ആയിട്ട് എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ ഇപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിനായിട്ട് എനിക്ക് പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സ് കാര്യങ്ങളൊക്കെ മാറാനുള്ള അങ്ങനത്തെ രീതിയിലുള്ള പ്രൊഡക്ട്സ് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ സ്കിൻ കൺസേൺ എന്താണോ അതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ഇപ്പം എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസിൻ്റെ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പിമ്പിൾസിന് വേണ്ടിയിട്ടുള്ളതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിച്ചു തരുന്ന ഫേസ് വാഷാണ്. ഫേസ് വാഷിൽ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമാക്കോയുടെ 1% കോജിക് ആസിഡിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ തന്നെ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷായിരുന്നു. അത് നല്ലതായിരുന്നു, എനിക്ക് നല്ലോണം വർക്കായിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം, അതെല്ലാവർക്കും വർക്കാവണമെന്നില്ല. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അവൾക്കത് സ്കിന്നിനൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫേസ് വാഷ്. ഞാനിത് യൂസ് ചെയ്തപ്പോൾ മുഖമൊക്കെ കഴുകിയിട്ട് വന്നതാണ്. പക്ഷെ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ചൂടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സൗണ്ട് കേൾക്കും വല്ല ഫാനോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണറാണ്. അതായത് ഇത് പ്ലമ്മിൻ്റെ ആണ്. അതായത് ഫസ്റ്റ് ആദ്യം പിമ്പിൾസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ തന്നെ ഒരു ഗ്രീൻ ടീ ടോണറായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലോണം വർക്കായ ഒരു ടോണറാണ്. ഇതിപ്പോൾ പ്ലമ്മിൻ്റെ നയാസിനമൈഡാണ്. ഇതെനിക്ക് അത്യാവശ്യം ഇവിടെ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ അത്യാവശ്യം നല്ല പോഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതും നല്ലോണം എനിക്ക് വർക്കായ ഒരു ടോണറാണ്. ഇതെൻ്റെ ഇപ്പോൾ ഒരു സെക്കൻഡ് ബോട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതായതിന് ശേഷം നെക്സ്റ്റ് പ്ലമ്മിൻ്റെ തന്നെ എൻ്റെ അടപ്പോടുണ്ട്. പ്ലമ്മിൻ്റെ തന്നെ ഗ്രീൻ ടീയുടെ മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോയ്സ്ചറൈസറാണ്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതിപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ഷെയ്റ്റ്സിൻ്റെ വൈറ്റമിൻ സി മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കത് കിട്ടിയില്ല. അപ്പം ഇത് തന്നെ ഞാൻ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ആവശ്യത്തിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇവരൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇതാണ് മോയ്സ്ചറൈസർ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു 6 മന്ത് എനിക്ക് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ പിമ്പിൾസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മടിയായി സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ ബ്രേക്ക് വന്നിട്ട് കൂടി 6 മന്ത് ബ്രേക്ക് വന്നിട്ട് കൂടി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അധികം പിമ്പിൾസ് വന്നിട്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ, ഇങ്ങനെ നമുക്ക് ടൈം എടുക്കുന്നതിനൊക്കെ ആ റിസൾട്ട് അങ്ങനെ കുറച്ചൊക്കെ നിലനിൽക്കുമെന്ന്. അത് ഞാൻ വിചാരിച്ചു ആ സ്കിൻ കെയർ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും പിമ്പിൾസ് ഒക്കെ വരും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അധികം പിമ്പിൾസ് പിന്നെ വന്നിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസർ. ഇതും ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് സൺസ്ക്രീൻ.
ശരിക്കും CTMS ഈ ഒരു ഇത് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ പറയാണ്. ഈ ഒരു അതായത് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഈ ഒരു രീതിയിലാണ് ഒരു മോർണിംഗ് സ്കിൻ കെയർ നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ അതും ഡെർമാക്കോയിൻ്റെ തന്നെയാണ്. ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടമായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ശരിക്കും നമ്മളൊരു 2 ഫിംഗർ റൂളാണ് പിന്തുടരേണ്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഒന്നാമത് 1 ഫിംഗറിൽ തന്നെ അത്യാവശ്യം പ്രൊഡക്റ്റ് ഉണ്ട്. എന്നാൽ നമുക്ക് 2 ഫിംഗർ എടുത്തേക്കാം. അതായത് നമ്മുടെ ഫേസിനും നെക്കിനും കൂടി ഒരു 2 ഫിംഗർ ആണ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. അത് പുറത്തേക്ക് പോകുമ്പോഴാണ് മെയിനായിട്ട്. ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ അകത്ത് തന്നെയാണ്. ബട്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ലാപ്ടോപ്പിന് മുന്നേ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് ഡള്ളാവുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ സൺസ്ക്രീൻ ഇടുമ്പോൾ ആ ഇഷ്യൂ ഇല്ല. അത് ചെറുതായിട്ട് വീഡിയോ കട്ടായി പോയി ഗൈസ്. അതായത് എനിക്ക് തോന്നുന്നത് സ്റ്റോറേജ് ഫുള്ളായതായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സൺസ്ക്രീനിലായിരുന്നു. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു ഡെർമാക്കോയിൻ്റെ തന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മറ്റേ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയ സൺസ്ക്രീൻ ഇതാണ്. അപ്പം ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. SPF ഒക്കെ ഉള്ള നല്ല അടിപൊളി ലിപ് ബാമാണ്. അങ്ങനെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ടോണറോ ഒന്നും മേടിച്ച് ഭയങ്കര പൈസ കൊടുത്ത് മേടിച്ചില്ലെങ്കിലും സൺസ്ക്രീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല സൺസ്ക്രീനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അതിൻ്റെ ഒരു ഗുണം നിങ്ങളുടെ സ്കിന്നിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം സൺസ്ക്രീൻ ഉണ്ട്. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ. എനിക്ക് തോന്നുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്ക് നല്ല സൺസ്ക്രീനാണ്. ഞാൻ ആദ്യകാലങ്ങളിൽ സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം ഈ 2 സൺസ്ക്രീനാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു സ്പ്രേ സൺസ്ക്രീനാണ്. പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും റീഅപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ എനിക്ക് സ്പ്രേ സൺസ്ക്രീൻ അങ്ങനെ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതിനൊരു ചെറിയൊരു പ്രൊട്ടക്ഷൻ തരണേ തന്നെ ഒരു 10-20 വട്ടമെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് നല്ലതാട്ടോ. അതായത് ഒരു വൈറ്റ് ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. അതായത് കറക്റ്റ് ഒരു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു എന്താ വൈറ്റ് ചില സൺസ്ക്രീൻസിനുണ്ടല്ലോ, സ്പ്രേ സൺസ്ക്രീൻസിനൊരു വൈറ്റ് ഒരു സാധനം ഉണ്ടാവും. അടിക്കുമ്പോൾ ഒരു വൈറ്റ് ഡോട്ട് അങ്ങനെ ഉണ്ടാവും. ഇതിനങ്ങനെ ഇല്ല. അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും കൂടി കാണിച്ചു തരാം. കറക്റ്റ് വെള്ളം പോലെ തന്നെയാണ്. അപ്പം ഇതാണ് സ്പ്രേ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ വേറൊരു ബോഡി സൺസ്ക്രീനാണ് ഇത് വിഷ് കെയറിനാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അതായത് നമുക്ക് ടാനൊന്നും അറിയില്ല, ടാനൊന്നും അടിക്കില്ല, അറിയില്ല സോറി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങൾ. പിന്നെ വേറൊരു ഇതാണ്, ആ സൺസ്ക്രീൻ വാങ്ങിയ ടൈമിൽ തന്നെ വാങ്ങിയതാണ് ബോഡി ലോഷൻ. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് അറിയില്ല. 1 വർഷം എന്തോ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് വല്ലപ്പോഴെങ്ങാനും യൂസ് ചെയ്താറായി. പക്ഷേ ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഇനി. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഫേസ് ഭയങ്കര ഓയിലിങ്. ഇതിപ്പോൾ ഞാൻ ഇരുന്ന് വിയർക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്, ഇരുന്ന് വിയർക്കുന്നത്. അതായത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഓയിലിങ്, ഐ മീൻ ഫേസ് ഭയങ്കര ഓയിലിങ്. അല്ലാണ്ട് എൻ്റെ ബോഡിയിലത്തെ സ്കിന്ന് ഭയങ്കര ഡ്രൈയുമാണ്. എന്താണെന്ന് അറിയില്ല. അപ്പം ഇത് കുഴപ്പമില്ല, നല്ലതാണ്. എന്തായാലും ഇതൊരു ലോങ് ടൈം യൂസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പരിപാടികൾ. അപ്പം ഇനിയിപ്പോൾ നൈറ്റ് സ്കിൻ കെയറിൻ്റെ വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.